നിന്റെ മോന്റെ ഭാര്യ ഇവിടെ ഉണ്ടോ? ഇടയ്ക്ക് പിണങ്ങി പോയെന്നൊക്കെ പറയണാട്ട്. പിണങ്ങി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. തമ്പി സാറിന് ജോലിയൊക്കെ ഉണ്ടോ? ജോലി ആറാത്തിന് പോയിരിക്കണ്. ആണോ? എന്നും പോവോ? പോയി. ഞാൻ അവിടെ കിടന്ന് ചേച്ചിനെ വിളിക്കുന്നു. കേട്ടില്ല, ഞാൻ വിചാരിച്ചത് അംഗം പോയായിരിക്കും. ഇല്ല, ഞാൻ വീട്ടിലെ പണിയൊക്കെ ഒതുക്കി ആ ചെറുക്കനെ ഒന്ന് ഉറക്കി. എന്റെ പൊന്നെ എന്തായാലും പാടുപെടണം. അങ്ങനെ പോണ്. ആണാ? ലില്ലി വരുന്നില്ലെന്നേ ഈ പ്രാവശ്യം. നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞോട്ടെ, കൃത്യമായിട്ട് മീറ്റിങ്ങിന് വരാം. ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു പോക്കാണ്. ഇത് അത്യാവശ്യമുള്ള കാര്യമല്ലേ? നമ്മുടെ ഒരു പൈസക്ക് ഇച്ചിരി പൈസ ആവശ്യം വരുമ്പോ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ എടുപ്പത് ഫീസൊന്നും കിട്ടാനില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ ആഴ്ച സുലി ചേച്ചിയുടെ വീട്ടിലല്ലേ നമ്മൾ മീറ്റിംഗ് പറഞ്ഞു വെച്ചത്? പിന്നെ ഇപ്പൊ രമണി ചേച്ചിയുടെ വീട്ടിൽ വെച്ചേക്കണം. അവിടെ അടുത്ത ആഴ്ചയല്ലേ പറഞ്ഞത്? രമണി ചേച്ചിക്ക് അടുത്ത ആഴ്ച അവിടെ വീട്ടിൽ ഇല്ലാന്ന്. അവരെ കൊച്ചച്ഛന്റെ മോളുടെ കല്യാണം. കൊച്ചച്ഛന്റെ മോളുടെ കല്യാണം. ചേച്ചി കുറച്ച് പൈസ ബുക്ക് ചെയ്യുന്ന ചോദിച്ചിരുന്നല്ലോ, ലോണായിട്ട്. അത് തന്നെ. ഈ പേരും പറഞ്ഞ് അവർക്ക് പൈസ വേണം ബുക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞു? അവർക്കൊരു ആവശ്യമല്ലേ, കൊടുക്കണമായിരുന്നു. എന്താവശ്യം എങ്ങനെ കൊടുക്കും? ഇവരെ നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ട് അറിയാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ലോൺ എടുത്ത് ഇപ്പം എടുത്തേക്കണതിന് മുമ്പ് എൻ്റെ ബുക്കിൽ നിന്ന് അതിൽ നിന്ന് 7,000 രൂപ എനിക്ക് ഇപ്പോഴും തരാനുണ്ട്. ഇപ്പം ദേ ഈ ലോൺ എടുത്തേക്കണതിനകത്തുണ്ടല്ലോ, നമ്മുടെ നാരായണൻ ചേട്ടനല്ലേ ഈ ബുക്ക് ഇപ്പം എടുത്തേക്കണതിനകത്തില്ലേ, ഇത് വരെ ഒരു മാസം അവർ കൃത്യമായിട്ട് ലോൺ അടച്ചിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ ലോൺ കൊടുക്കും? നമ്മൾ എങ്ങനെ കൊടുക്കൂലെന്ന് പറയും തങ്കം. എന്താ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പം മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാൻ പറ്റൂല. അത്രേ ഉള്ളു കാര്യം. എനിക്ക് എൻ്റെ പൊന്ന് സുലിച്ചേച്ചി, വീട്ടിലേ എടുപ്പത് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനി ഇതിന് പൈസ ഇനി ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ക്ലീറ്റോൻ്റെ ചീത്ത വിളി ഞാൻ കേട്ട് എനിക്ക് പറ്റൂല. ആദ്യം പിടിക്കാൻ കൊടുക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെങ്കിൽ ഞാൻ സമ്മതിക്കാം. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ് ലോൺ കൊടുക്കുന്നത്. എനിക്ക് പറ്റൂല, ഞാൻ സമ്മതിക്കും. ഞാൻ ചോദിക്കണം, അവരെ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കും ഒരു മാസത്തത്? എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. അവര് 2 ലോൺ എടുത്തിട്ട് പെൻഡിങ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഇനി 3-ാമതും കൂടി ഇങ്ങനെ. അപ്പൊ എന്നാ പിന്നെ 2 വഞ്ചിയിൽ കാല് കുത്താതെ ഒറ്റ വഞ്ചിയിൽ നിന്ന് പറ, പറ്റോ ഇല്ല? എന്നാ കൊടുക്കണ്ട. അത് തന്നെ പറഞ്ഞു. ചായ തങ്കം, ചായ എന്താ കുടിക്കും തങ്കം? എന്താ എടുക്ക. എടുത്ത് കഴിക്ക് ചേച്ചി. എടുത്ത് കണ്ടില്ല. മേടിച്ചതാ? അയ്യോ, നായര് കടയില്, ചായ കടയില്. ഞങ്ങളൊന്നും മേടിക്കാറില്ല കടയിൽ നിന്ന്. അതെന്താ കൊള്ളത്തില്ലേ? നിങ്ങളൊക്കെ മേടിക്കാറുണ്ടോ? നമ്മൾ എനിക്ക് ഇഷ്ടമല്ല അയാളുടെ കടയിൽ ഒരു സാധനവും. ആണോ? ഒരു കാശിന് കൊള്ളൂല. 2 ദിവസം പഴക്കായ സാധനങ്ങളാണ് അയാൾ ഇതാക്കാറ്. ഇപ്പൊ നോക്കിയേ, ഒരു പൊള്ളച്ച കുളുത്ത് അല്ലേ? ഇന്നലത്തെ മാവാങ്ങ. നായര് ചേട്ടൻ്റെ ഒരു മോളുണ്ട്. അങ്ങ് ദൂരെ എങ്ങോട്ടോ പോയി ഒരു ജോലിയൊക്കെ മേടിച്ച് വന്ന് കുറച്ച് പേരദോഷമൊക്കെ കേട്ട് അങ്ങനെ നെളിഞ്ഞ് നടക്കുക. ഒരു പെണ്ണല്ലേ? ഇച്ചിരി മുടിയൊക്കെ മുഖത്തോലും നോക്കാൻ നടക്കുന്നത്. ഭയങ്കര ഗമയാ. പിടിക്കാൻ 16 പേര് വേണം. ആ മോളെ തറയിലെങ്ങാണ്ടും അല്ല നടക്കുന്ന നായരേട്ടന്റെ മോള്. ആരോടും മിണ്ടൂല. ഒരാവശ്യം വന്ന് നോക്കട്ടെ, നാട്ടുകാരല്ലാതെ ആരെങ്കിലും ഉണ്ടാവോ? ഈ നായർക്ക് ആരുണ്ട് ഈ മോളല്ലാതെ? എല്ലാരും തന്തയും കണക്കാം മോളും കണക്കാം. തമ്പിച്ചേട്ടൻ പോയപ്പോ ഈ പെണ്ണെ കണ്ടായിരുന്നേ, മൂത്ത് നോക്കി ചിരിച്ചിട്ടൊക്കെ ഇപ്പൊ മൈൻഡ് മിണ്ടാനേ പോകൂല. മിണ്ടരുത്. ഇന്നലെ ഞാനും മൂത്ത് നോക്കി സർക്കാർ ജോലി കിട്ടിയതിന്റെ ഗമയാ. സർക്കാർ ജോലിനേക്കാൾ അന്തസ്സായിട്ട് നമ്മൾ എല്ലാവരും ഇല്ലേ? രമണി ചേച്ചി, ശ്രീദേവി ഉണ്ടല്ലോ, ഉണ്ട്. എല്ലാവരോടും കറക്റ്റായിട്ട് വരാൻ പറ കേട്ടോ. വരില്ല, വന്നില്ലെങ്കിൽ ഫൈൻ വാങ്ങിക്കണം. അതേന്നേ, നമ്മളെല്ലാ ആഴ്ചയും വരും. അവരാരും വരൂല. വരണവരങ്ങ് വന്നോണ്ടിരിക്കും, ബാക്കിയുള്ളവർ വരാത്തവര് നല്ലവരും വന്നാൽ നമ്മള് മോശക്കാരുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചേച്ചിയെ, ചേച്ചിക്ക് എന്തോ പൈസയുടെ അത്യാവശ്യമുണ്ട്, ലോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അതെ തങ്കം, എനിക്ക് ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട് തങ്കം. എന്ത് പറ്റിപ്പെട്ടത്? അങ്ങനെയല്ല, എൻ്റെ കൊച്ചിച്ചൻ്റെ മോളെ കല്യാണം. അവരെ എൻ്റെ മോക്കൊരു 1 പവന്റെ സാധനം കൊണ്ടു തന്നത്. നമ്മളും അങ്ങോട്ട് 1 പവൻ കൊടുക്കണ്ടേ? അപ്പൊ 50,000 രൂപയ്ക്ക് കിട്ടത്തില്ല, 10-60,000 രൂപയാവും. അപ്പൊ അതുകൊണ്ടാ, അത് കൊടുക്കാൻ വേണ്ടിയാ. അത് ശരിയാ, അതൊക്കെ കൊടുക്കണം. പക്ഷേ ഉണ്ടല്ലോ, അതിന് ചേച്ചി വേറെ എവിടെന്നെങ്കിലും നോക്കണമായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ നിന്ന് തരാൻ പറ്റൂല. അതെന്താ? ഞാൻ വേറെ എവിടെ നോക്കണം? ഇവിടെ നിന്ന് എടുക്കാമല്ലോ. അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ? എന്റെ കാർഡിൽ നിന്ന് എടുത്തിട്ടുണ്ടോ?
ഇപ്പൊ എടുത്തേക്കണ ലോൺ നിങ്ങൾ മര്യാദ അടയ്ക്കണില്ല, അത് കുടിശ്ശികയാണ്. ഇതിനു മുമ്പ് എൻ്റെ കാർഡിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്ത് അതും നിങ്ങൾ അടവ് തെറ്റിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ ചീത്ത വിളിയും കേട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് അടുപ്പിച്ചു. ഇപ്പോഴും എനിക്ക് 7000 രൂപ തരാനുണ്ട് അതിനകത്ത് ഇല്ലേ? അതെ തങ്ക തരാനൊക്കെ ഉള്ളതൊക്കെ തന്നെ, ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ, ഒരു കല്യാണ കാര്യമല്ലേ. അയ്യോ, അതിപ്പോഴാണോ നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഇപ്പോഴല്ല അത്യാവശ്യം വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്, അത് അന്നേ ചിന്തിക്കണമായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വയ്യ നിങ്ങളുടെ പുറകെ നടന്ന്. തങ്കത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ ലോണ് തരുന്നത്? തോന്നിയാസം ഓർത്താൻ എന്നോട് പറയുന്നത്, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പറയണം, എന്നോടല്ല പറയുന്നത്. എടി എന്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, നിന്റെ വീട്ടിലല്ല ഞാൻ വരുന്നത് കേട്ടാ. എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചായ നീ എല്ലാം കുടിച്ച് വാഴക്കപ്പവും തിന്ന് നായരെയും കുറ്റം പറഞ്ഞവളല്ലേടി നീ? നിനക്കൊക്കെ വേണ്ട ഇറങ്ങി പോടല്ലേ? അല്ല, ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസത്തിന് വന്നതൊന്നുമല്ല. താമസിക്കാൻ നിങ്ങള് ഞാൻ താമസിക്കാൻ കൊള്ളത്തത് നിന്റെ ഭർത്താവിനെ പറ്റിയൊക്കെ എല്ലാവർക്കും എല്ലാം തിന്നുകൊണ്ട് നിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് എന്ത് ചരിത്രം അറിയാൻ? ഒരു രമണി വന്നേക്കണം, എന്റെ ഭർത്താവിന് എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. പോടി ചേട്ടോളം നാറികൾ പോടി. നമുക്ക് പഞ്ചായത്തിൽ പറയാം. പള്ളു അമ്മ ലോക്കറ്റ് തിരിഞ്ഞ അമ്മ കിടക്കുന്നത്. അത് നേരത്തെ അത് തിരിഞ്ഞു പോകുമെന്ന്. അത് നേരെ ഇട്ടാ മതി. അല്ലെന്ന് നേരെ എഴുന്നേറ്റ് തിരിഞ്ഞു അങ്ങനെ ഓടാകുന്നു. സമ്മതിച്ചല്ലോ, ഒരു കാര്യം സമ്മതിച്ചല്ലോ നല്ലതാണ്. അതേന്ന് ഇത് തിരിച്ചിട്ടാ മതി. അതിനാണ് എങ്ങനെ ഇട്ടാലും അത് തിരിച്ചു പോകും. താൻ പിടിക്കുന്ന മുതലിന് എത്ര കൊമ്പമ്മ? ആ ഉദ്ദേശത്തിലൊന്നും അല്ല, ഞാൻ 5-6 തിരിച്ചു നോക്കി. കുറെ കഴിയുമ്പോ അത് ഇങ്ങനെ തിരിച്ചിട്ട് കാര്യമില്ല, ഊരിട്ട് തിരിച്ചു. ചേച്ചിയുടെ കയ്യിലുണ്ട്. ഒന്ന് വന്നേടാ, ഒന്ന് വന്നേ, ഒരു സ്ഥലം വരെ പോണം. എന്താ കാര്യം? ആ രമണി ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോണം. ഇന്ന് വലിയ പ്രശ്നം ഉണ്ടായി അവിടെ വെച്ച്. എടി രമണി ചേച്ചി ഇല്ലേ, രമണി ചേച്ചി എല്ലാം അനാവശ്യം പറഞ്ഞടി. എന്താ അനാവശ്യം? എടി അവര് ഒന്നാമത്തെ ലോൺ എടുത്ത് അടയ്ക്കൂലടാ. കഴിഞ്ഞ ലോണിൽ എനിക്ക് 7000 രൂപ ഇപ്പോഴും തരാനുണ്ട്. അതുകൂടാതെ ഇപ്രാവശ്യം എടുത്തേക്കുന്ന ലോണ് ഫുള്ള് കുടിശ്ശികയാണ്. ഇതൊക്കെ പോരാതെ ഇപ്പൊ അവർക്ക് പുതിയ ലോൺ വേണോന്നും പറഞ്ഞിട്ട് തുടങ്ങിയേക്കുന്നു. അത് നമ്മൾ പറഞ്ഞല്ലേ കുടിശ്ശിക തീർക്കാതെ പുതിയ ലോൺ ഒരാണ് സമ്മതിച്ചിട്ടില്ല. ഈ പെണ്ണുങ്ങൾ ആരും അവരോട് മിണ്ടൂല, എല്ലാം ഞാൻ തന്നെ പറയണം. ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ പറ്റൂല, എനിക്ക് കിടന്ന് വായു പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിന് ഇവർ ഉടനെ ചോദ്യമായി പറിച്ചിടായി നിന്റെ വീട്ടിൽ നിന്നാണോ എടുത്തോണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ജീവിതത്തിന് ഞാൻ കേട്ടിട്ടില്ല കനക, അത്രയും വലിയൊരു തെറി എന്നെ വിളിച്ചത്. വിളിച്ചിട്ട് നീ കേട്ടോണ്ടെങ്കിൽ പോന്ന മറുപടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു ചുണയായിട്ട്. ഞാനില്ലാതെ ഇപ്പൊ ഇല്ല ദൈവം, എനിക്ക് വന്നേ വന്നവരോട് ചോദിച്ചു. നമ്മൾ അങ്ങനെ നിനക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പരാതി എഴുതാം. ഇതെന്താ കനക, എനിക്കൊരാങ്ങളെ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പരാതി പറയാണോ വേണ്ടത്? നീ പറഞ്ഞതാണ്. നീ ഒന്ന് അവരുടെ അടുത്ത് 1-2 ചീത്ത പറഞ്ഞേ, അപ്പൊ എന്റെ പ്രശ്നം തീരും. ആ തീരും. എടി ഇപ്പൊ സസ്പെൻഷൻ അകത്തോട്ട് കയറിയുള്ളൂ. ഇനി സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ ഒരു കേസ് എടുത്തോണ്ടല്ലോ ഞാൻ വിളിക്കും. ഏട്ടനല്ലേ ഉള്ളു സ്ത്രീത്വത്തിന്റെ പ്രശ്നം, ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പോണ്ടി അവര് 2 ചീത്ത വിളിക്കാൻ അതാണ് മര്യാദ. അവരുടെ സംസ്കാരം കാണിച്ച് നമ്മളങ്ങനെ കാണിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ട് കേട്ടോണ്ട് അവള് ചേരണോ? അവൾ ആര്? അമ്മ അവളൊന്നും പറയാതെ ഇരിക്കില്ല, അവൾ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ടാവും. ഞാനത് പറഞ്ഞിട്ട് എനിക്ക് കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല, ഞാൻ പേടിച്ചു പോയി. അത്ര വലിയ ചെറിയ എന്ത് കേട്ടാലും കരഞ്ഞാണ്ട് പറഞ്ഞു ഒരു ചുണയില്ലാത്ത ഒരു പെണ്ണ് പാടി. അമ്മ അവിടെ മിണ്ടാതിരുത്താനുള്ള മര്യാദ. നമ്മൾ നാട്ടുകാരുടെ അടിയടക്കം ഒരു പ്രശ്നം വന്നപ്പോ അങ്ങനെയല്ല സോൾവ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടോണ്ടിരുന്നാലും അവരെ തലയിൽ കയറി ഒരാള് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി വഴക്ക് പറഞ്ഞാൽ നല്ല മര്യാദ. പിന്നെ എന്തെങ്കിലും പരാതി ഉണ്ട് സ്റ്റേഷനിൽ പോയി കൊടുക്കണം. അപ്പൊ നമുക്ക് അന്വേഷിക്കാം നിയമപരമായ രീതിയിൽ. അതാണ് വേണ്ടത്. സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് ഇനി എന്നത് തീർപ്പാക്കാൻ അതൊക്കെ ശരിയാകൂടി. നമ്മൾ ആവശ്യമില്ലാതെ നീ ചുമ്മാ കുഴപ്പമൊന്നും നീ അവിടെ മിണ്ടാൻ പറ്റുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടാ. എന്നെ ഇനി തല്ലിക്കൊന്നാലും ആരും അന്വേഷിക്കാൻ വരണ്ട. ചേച്ചി നമുക്ക് പണി കൊടുക്കാം. നിനക്കണ്ടടി കുഴപ്പം? കുഴപ്പമാണോ? അമ്മ അത് മര്യാദയല്ലമ്മ. വീട്ടിലൊരു പോലീസുകാരുള്ളതാണ്. ആ രമണി എന്നെ ചീത്ത പറഞ്ഞടാ. ഏത് രമണി? ആ കുടുംബശ്രീയിലുള്ള അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. ചീത്ത പറഞ്ഞോ? തെറി വിളിച്ചു. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ വന്ന് വല്ല പെണ്ണുങ്ങളെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്തോ? ആടാ ഞാൻ അങ്ങനെ ഇല്ലാതായിപ്പോയി. എല്ലാ പെണ്ണുങ്ങളുടെ മുമ്പിൽ എവിടെ വെച്ചായിരുന്നു?
കുടുംബശ്രീയിൽ അവരുടെ വീട്ടിൽ വെച്ച് രമണിയുടെ വീട്ടിൽ ഇത് എന്റെ വീടാടി, ഇത് എന്റെ വീടാടി, നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി പൊടി, നാണോ ഇല്ലാത്തോളെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കേട്ടോണ്ടിഞ്ഞു വന്ന ഞാനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. എന്തുവാ മച്ചമ്പി ഇത്? എടാ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കണം. ഇതൊന്നും പരാതി കൊടുക്കേണ്ട ഒരു എല്ലാവരും സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ട കാര്യമല്ലത്. നടക്കുന്നത് ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർത്തം പറഞ്ഞു തീർക്കണല്ലേടാ. പിന്നെ കുടുംബശ്രീയിലെ അവരെ പറയണം, അവര് തീത്ത വിളിക്കണം. പറയാൻ പറ്റില്ലല്ലോ. തെറി വിളിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല പറഞ്ഞോ ഇല്ലെങ്കിലും കൂട്ടി ചോദിക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. തെറി വിളിച്ച് നാളെ ഒരാൾ ഇവിടെ ഒന്ന് തെറി വിളിച്ചാൽ നമ്മൾ പോയി പരാതി കൊടുക്കണം. മച്ചമ്പി പറ, ഞങ്ങള് കുറെ കാലം അങ്ങനെ കേട്ടില്ല. ആ തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കും, അടിയും കൊടുക്കും. കുഴപ്പമില്ല, കിടക്കാം. എന്റെ അങ്ങനത്തെ വിളിച്ചിട്ടില്ല, ഞാൻ പോയി കിടക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പോയി കിടക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. ഒരു പരുവത്തിന് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ്. എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഏട്ടൻ ഈ പറഞ്ഞ ഏട്ടന് മാത്രമേ ഉള്ളൂ ന്യായം. ഞാൻ അച്ചാച്ചന്റെ കൂടെ ചേച്ചിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. എന്ത് ഇക്കണക്കിന് നാളെ ഒരാളൊന്ന് ലില്ലിപ്പെണ്ണെ ചീത്ത വിളിക്കുന്നത്, ലില്ലിപ്പെണ്ണ അച്ചമ്മ എന്താ പറയും? നീ പരാതി കൊണ്ട് സ്റ്റേഷനിൽ വരാൻ പറയോ? 3 ആണുങ്ങളല്ലേ വിടല്ലേ? അതിന്റെ കാരണം വേണ്ടേ? കാരണമുണ്ടല്ലോ, അത് അന്വേഷിച്ചിട്ട് തീരുമാനിച്ച പോലെ. ഇത് അന്വേഷിക്കാൻ ക്രൈം കേസ് ഒന്നും അല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? വേറെ ഒന്നുമില്ല. അടുത്ത കുടുംബശ്രീ ഇവിടെ വിളിക്കും. ഇവിടെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉടക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ഞാൻ കൊടുത്തോളാം. രമണിക്കടുത്ത് എന്തെങ്കിലും ഒരു ഉടക്ക്, നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും വേണം. അത് ശരിയാവും. അടുത്ത എല്ലാരും ഉണ്ടല്ലേ? ഈ കാര്യം പറഞ്ഞു എന്റെ പിറകെ വരണം. തെറി വിളിച്ച അത്രയും കേട്ടോണ്ട് നിന്ന് പോരെ. ഇപ്പൊ നമുക്കാണ് കുറ്റം. എന്റെ കൊച്ചിനെ വേണ്ടാത്തതൊക്കെ വിളിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞാ മതി. കൊച്ചു നാണം കെട്ടു. ഇത്രയും പേര് റെഡി വെച്ച് നാണക്കേടല്ലേ അത്? ഇറങ്ങി പോകാനും പറഞ്ഞു വീട്ടിൽ. എനിക്കങ്ങോട്ട് നീ ഇല്ലാത്തപ്പോ ഞാൻ പോണില്ല. പോവണ്ട, അതാ നല്ലത്. എനിക്ക് നീ ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റൂല. മോങ്ങിക്കൊണ്ട് വരാനറിയാം. ഞാൻ പതറിപ്പോയതാ. ഞാൻ തന്നെ എടി പെറ്റത്. ഇതൊരു പെണ്ണല്ലേ? ഇവിടുത്തെ ആണിന്റെ നിലപാട് കണ്ടല്ലോ അമ്മ. മതി പോട്ടിന് മിണ്ടണ്ട. ഉള്ളതങ്ങനെ കേട്ടത്. എനിക്കിത് കേട്ടപ്പോ എന്റെ പെരുവരലേന്ന് പെരുത്ത് കയറുക. കരയുന്ന എനിക്ക് കരയാൻ മാത്രം എന്തുണ്ടായി? കരയാൻ മാത്രം ഉണ്ടായില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രമുഖ നേതാവ് ക്ലീറ്റസ് മത്തായി ഇവരുടെ മുൾമുനെ നിർത്തുന്ന നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? തകർന്നു പോയടാ ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ആൾക്കാരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പിന്നെ എന്നെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവര് പച്ചത്തെറി വിളിച്ച്. കമാന്നൊരക്ഷരം വേണ്ടിയില്ലല്ലോ. ഇവിടെ വന്ന് എന്റെ ആങ്ങളേനോട് പറഞ്ഞപ്പോ അവൻ എന്റെ കൂടെ നിന്നു. ഞാൻ എവിടെ പോയാലും അവൻ എന്റെ കൂടെ നിൽക്കൂന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. അവൻ എന്റെ കൂടെ നിന്നില്ല. ഇവിടെ ഞാൻ ആരാ? ഇവിടെ ശരിക്കും ഞാൻ ആരാ? എന്റെ ആങ്ങളൊക്കെ വെള്ളരിപ്രാവിന്റെ പ്രതീകമാണെന്ന് അറിയാമല്ലോ. യൂണിഫോം ഇട്ടാൽ പോലും പുള്ളി ആരും ഒന്നും പറയത്തില്ല. പിന്നെ ക്ലീറ്റസ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പ്രാമുഖ്യം. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളപ്പോ അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. മനസ്സിലാക്കണം. കൊടങ്ങാളെ ചെന്ന് അന്വേഷിച്ചാൽ മതി. നിസ്സാര കാര്യങ്ങൾക്ക് ഒരേ 4 ഇടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പോയി ചോദിക്കണം. ഞാൻ ഇപ്പൊ വേണ്ട, മക്കള് കഴിക്കും. അല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാ നിനക്ക് വേണ്ടിട്ട്. അതെന്തിന്? ചോദിക്കാൻ വേണ്ടിട്ട്? എങ്ങനെ കണ്ടേക്കുന്നു? അല്ല അങ്ങനെയല്ല, അങ്ങനെ പറയല്ലേ. നീയും കൂടി എന്നെ അവിശ്വസിക്കല്ലേ. ഞാനൊരു സ്നേഹം കൊണ്ട് ചെയ്തതാ. അങ്ങനെ ഭക്ഷണം പക്ഷേ ഉണ്ടല്ലോ, ഇനി ഇവരുടെ ആരുടെ ഒരു കാര്യത്തിനും തങ്കം നിക്കൂല. കാരണം ഇപ്പൊ നീയും കൂടി എന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആരുണ്ട്? ഞാൻ ഇത് കുത്തിത്തറന്ന് നോക്കി ഇതിനകത്ത് വിഗ്രഹമാണ്. മനസ്സിലാക്കണം. തങ്ങൻ ചേട്ടത്തിന്ന് വിളിക്കുന്നതും അമ്മയെന്ന് വിളിക്കുന്ന പോലെ. ഇക്കണെങ്കിൽ നാളെ 10 പെണ്ണുങ്ങളൊന്നും ഇവിടെ ചീത്ത വിളിച്ചാൽ ഇവരാരും മിണ്ടത്തില്ല. ഒട്ടും മിണ്ടത്തില്ല. കാര്യം ക്ലീറ്റത്തിൽ നാട്ടുകാരൊത്ത വോട്ടർമാർ. ഞാൻ ഉപേക്ഷിച്ചു. ക്ലീറ്റ ഇല്ലല്ലോ. ഞാൻ കൊടുത്തോളാം. അവര് പണ്ട് കൈ വെക്കരുത് കേട്ടോ. ഇല്ല, അത് കേസ് പറയാം. പക്ഷെ ദൂരെ നിന്ന് മെറ്റിനെടുത്ത് അവരുടെ സെറ്റ് പോലെ അറിഞ്ഞാൻ പൊട്ടിക്കും. എന്തോ തങ്ങൻ ചേട്ടത്തി ഒരു 2 മുട്ടയും കൂടി വാട്ടിത്തരട്ടെ. രാത്രി കിടക്കാൻ നേരം മതി. ഇനി മുതല് വിശപ്പ് സഹിച്ച് നീ ഇവിടെ ഇരിക്കരുത്. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ തങ്കം ചേട്ടത്തിലെ താ എന്ന് വിളിച്ചാൽ മതി, ഞാൻ അവിടെ കൊണ്ടുതരും. നിങ്ങളല്ലേ എനിക്ക് തരുന്നത്? എന്നെ ഇത്ര ആക്കി നിങ്ങളല്ലേ? അറിയാലോ. പിന്നെ നിങ്ങൾക്ക് ഇത് വന്നെന്ന് അറിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക്
സഹിക്കാൻ പറ്റുന്നില്ല. കഴിക്കാൻ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഇത് മുഴുവൻ നിനക്ക് ആർക്കും കൊടുക്കണില്ല. ആരോഗ്യം വേണം. എന്ത് സംഭവങ്ങളെയും പ്രതിസന്ധിയുടെ നേരിടാനുള്ള ആരോഗ്യം ഉണ്ടാക്കണം. നാളത്തെ കൗൺസിലറോ MLA MP ആവേണ്ട ആളാ ഈ വഴി കിടക്കുന്ന പെണ്ണുങ്ങളുടെ തീറ്റ കൂടി കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം. ഞാൻ ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന കാര്യം ഇവിടെ ആരും അറിയരുത്. ഇല്ല. മക്കളവിടെ പോയിരുന്നു കഴിച്ചാൽ ഒരു വേണ്ട അന്ന ഞാൻ പ്ലേറ്റിലിട്ട് അവിടെ വെച്ചേക്കാം. പറഞ്ഞല്ലോ ഞാൻ. സുലു, ഇനിയിപ്പോൾ ഞാൻ അവിടെ വരുമ്പം തങ്കത്തിന് വല്ലതും തോന്നും? ഒന്നുമില്ല ചേച്ചി, ഞാനന്ന് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞതല്ലേ. അതല്ലേ നമ്മൾ പറയാൻ എനിക്ക് പറ്റി വിഷമമുണ്ട്. തങ്കം അങ്ങോട്ട് വന്നാ ഇനിയിപ്പോ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലെന്നേ, നമ്മൾ എന്തിനു വെറുതെ പിണങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കണത്? വെറുതെ ആവശ്യമില്ലാതെ. തങ്കം തങ്കം ആ ആഹാ, രമണി ചേച്ചിയാ, നിങ്ങളൊന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ. ഇനി വഴക്കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, അവിടെ നിക്ക്. അന്നത്തെ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ വായിന്ന് നല്ല വർത്തമാനം കേട്ടേ. ഞാൻ ഇല്ലാതായി പോയോണ്ടാ ചേച്ചിനെ നിങ്ങൾ ഇത്രയും തോന്നിയാസം പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ വർത്തമാനം ഞങ്ങൾക്കും അറിയാം പറയാനായിട്ട്. ഇപ്പൊ എന്താ പറയാ, ഞാൻ തങ്കത്തിനെ നിങ്ങൾ കാണണ്ട. തങ്കത്തിനെ വന്നേക്കണ പിന്നെ ഇല്ല. തങ്കം ഇന്നലെ പുറത്തു വെച്ചുകൊണ്ടപ്പം നീ എന്നോട് മിണ്ടാതെ പോയി. എന്തേ? എന്താന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? അയ്യോ, അത് അന്ന് തങ്കത്തിനറിയില്ലേ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. ലോൺ കിട്ടിയില്ലല്ലോ, പിന്നെ അവരെനിക്ക് ഒരു പവൻ കൊണ്ട് തന്നതല്ലേ. അതൊക്കെ ചേച്ചിയുടെ കാര്യമല്ലേ ചേച്ചി. എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ ഇങ്ങനെ തെറി വിളിച്ചിട്ടില്ല. എനിക്കത് കേൾക്കുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാവും. എനിക്ക് മനസ്സിലായി തങ്ക, എന്നോട് ക്ഷമിക്ക്. ചേച്ചി അറിയാതെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു, തെറി വിളിച്ചു. നീ എന്നോട് ക്ഷമിക്ക് തങ്ക, നമ്മളൊക്കെ മനുഷ്യരല്ലേ. ആ ചിന്തയൊന്നും ചേച്ചിക്കില്ലായിരുന്നല്ലോ. എന്നിട്ട് അയ്യോ, എൻ്റെ മോളെ ഇത്തിരി കടമൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഒരു കല്യാണം വന്നപ്പം പറഞ്ഞു പോയതാ മോളെ. കുഴപ്പമില്ല. പിന്നെ ആവട്ടെന്ന് പറഞ്ഞ ചേച്ചി പൈസ വെച്ചിരുന്നത്. നിനക്കും ബുദ്ധിമുട്ടുള്ളതല്ലേ മോളെ. ഇതാ അന്ന് നീ കൊടുത്തെന്ന് പറഞ്ഞില്ലേ 7000 രൂപ. അത് പിന്നെ ആണെങ്കിലും മതി. വാങ്ങിച്ചു മോളെ. എന്തായാലും ചേച്ചി വല്ലയിടത്ത് വീണ മോള് വേണ്ടേ എന്നെ തൂക്കിയെടുക്കാൻ? നിങ്ങളെ കയ്യിലൊക്കെക്കാരല്ലേ, പിണങ്ങല്ലേ മോളെ. ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചേച്ചി അറിയാണ്ട് പറഞ്ഞു പോയി. പോട്ടെ, ചായ കുടിച്ചിട്ട് പോ. വേണ്ട മോളെ, ഇത്തിരി തിരക്കുണ്ട്. ഞങ്ങൾ പിന്നെ ദിവസം വരാം. പോട്ടെ. രമണി, നിങ്ങളാ രമണി? ഞാൻ ചീത്തയൊന്നും വിളിച്ചില്ല. എന്താ ഒരു തങ്കമല്ല, ഒരു സ്വർണ്ണമല്ല. എന്റെ കുടുംബത്തിൽ കയറി എന്റെ പെങ്ങന്മാരെ നിങ്ങളുടെ മെഡിക്കൽ വീട്ടിൽ കാണിക്കണം. നിങ്ങളുടെ ആ കൊച്ചുണ്ടെങ്കിലുണ്ടല്ലോ അവന്റെ അടുത്ത് ഞായറാഴ്ച അവൻ നോക്കിയിരുന്ന. പക്ഷെ കർത്താവ് വരെ എനിക്ക് ഇന്ന് കൊടുത്തത് നിങ്ങളുടെ കുടുംബത്തിലാണ് വേദന. ഇത് ആരെന്നറിയോ? ഇത് അടുത്ത കുടുംബശ്രീയുടെ മന്ത്രിയാണ് എന്റെ തങ്കച്ചേട്ടൻ. കാണിക്കുന്നത് അവര് മുതുക്ക 70 വയസ്സിൽ വീട്ടിൽ കിടന്ന് പറഞ്ഞ ഒരു കളർഫുൾ സാരി എടുത്തു കൊച്ചു പിള്ളേർ. ഇനി എന്തിന്റെ പേരിൽ ഈ പറമ്പിൽ സാരി വെച്ചക്കത്തില്ലേ? തങ്കം, എന്നെ കെട്ടിയവൻ പോലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെ തൊട്ട വിവരം അറിയോടാ? ഇതാണ് വേറെ കൊടകാല ഫാമിലിയാണ്. അറിയല്ല, തങ്കച്ചേട്ടത്തി റൊണാൾഡോ എന്ന് പറയുന്ന അനിയൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരീച്ച ഇതിന്റെ മേളിൽ പറക്കത്തില്ല. ഇവിടെ കനകം മറ്റമ്പോ കണ്ടോ? പക്ഷേ ഇവിടെ കളത്തിറങ്ങി കളിക്കത്തില്ല. അയച്ച പേരാ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. പറയും സന്തോഷാ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ കണ്ണു പറയരുത്. എനിക്ക് തയ്ക്കും. അല്ല പട്ടിയെ പൂച്ചെല്ലാം പെറ്റി കിടക്കുകയായിരിക്കും. വഴി കിടക്കണം, ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞ ചെങ്കൂല. എന്താടാ ഇവിടെ കിടക്കണ? ഇവിടെ കിടക്കണത് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. കേറരുതെന്ന് പറഞ്ഞു. കാര്യം ഞാൻ
രമണി ചേച്ചിയുടെ വിഷയത്തിൽ തങ്കച്ചേട്ടത്തിൽ കേട്ടിട്ട് ഞാനിച്ചില്ല. അടിച്ചാടാ നീ ഇല്ല, ഏ? തങ്കച്ചേട്ടത്തിൽ കേട്ടിട്ട് ആ രമണി ചേച്ചിയുടെ കാര്യത്തിൽ ഇച്ചിരി അതിക്രമം. അവർ ഞായറാഴ്ച ഇവിടെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ ഊങ്ങി ഞാൻ വെച്ചിരുന്നേ. അന്നായിരുന്നു എൻ്റെ പ്ലാൻ. അവർ വർഷോപ്പിൽ ഒരു വണ്ടിയുടെ സിമുലേഷൻ കഴിഞ്ഞിട്ട് ഞാൻ മൂടില്ല വരുമ്പോ ഇവരവിടെ നിൽക്കുന്നു. ഞാൻ ആ ദേഷ്യയുടെ വെച്ച് അവരെ കണ്ടമാനം ചീത്ത വിളിച്ചു. അത് കേട്ടിട്ട് തങ്കച്ചേട്ടത്തി അതിനെക്കാളും ചീത്ത എന്നെ വിളിച്ചു. അതിന്റെ കാര്യം അവര് സെറ്റായി, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അവര് പറഞ്ഞ കോംപ്രമൈസ് ആയി, ഞാൻ അറിഞ്ഞില്ല. അത് നീ അറിഞ്ഞില്ല. അറിയാതെ തെറി വിളിച്ചിരുന്നു. എന്റെ ചേട്ടത്തിയല്ലേ പറഞ്ഞു. അപ്പൊ ആ വിനോദ മത്സ്യം കിടക്കുമ്പോ ഞാൻ അത് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇറക്കി പൊക്കോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? തങ്കച്ചേട്ടത്തി പറഞ്ഞു. വലിയ പെണ്ണുമ്പോ അനുവാദം കൊടുത്തു. രാത്രി അച്ചമ്മ പറഞ്ഞില്ലായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോലീസുകാരോട് പരാതി. അച്ചമ്മ പോലീസുകാർ എന്റെ പരാതി എനിക്ക് ഇവിടെ തിരിച്ചു കയറണം. ഇവിടെ തിരിച്ച് കയറ്റേണ്ട അവരുടെ ഉത്തരവാദിത്വമല്ലേ? എന്റെ ഉത്തരവാദിത്വമല്ലല്ലോ അത്. ഇവിടെ കൈവിടരുത്, കൈവിടരുത്. ഇവിടെ തങ്കന്റെ ആരാടാ? പെങ്ങള്. എന്റെ അത്രയും ബന്ധം നിനക്കുണ്ടാവോ? ഇല്ല, ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ അവരോട് എന്താ പറഞ്ഞത്? സംയമനം. ഇവിടെ പെണ്ണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവർ തമ്മിൽ തീർത്തോളും. ഇനി അവിടെ കൊണ്ട് തീർന്നില്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ പരാതിയായിട്ട് വരും. അപ്പൊ ഞങ്ങളൊരു തീർപ്പാക്കും. അതിനിടയിൽ കയറി ആളാവാൻ നോക്കരുത്. ആളായ വഴി കിടക്കേണ്ടി വരും. അത് അവള് തീരുമാനിക്കും.